ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടത് പകുതി മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മളെ തല്ലിക്കുടി എന്നൊക്കെ പറയും, നല്ല പഴുത്ത തന്നെ നല്ല മധുരമുള്ളത് എടുക്കാൻ നോക്കാം. ചപ്പിക്കുടിയും തല്ലിക്കുടിയും പല സ്ഥലത്തും പല പേരായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കാണ്. തൊലി വേണ്ട, അപ്പോൾ തൊലി മാറ്റിയിട്ട് നമ്മൾ മാങ്ങ മാത്രം അങ്ങനെ എടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മാങ്ങ കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കാം. അങ്ങനെ അപ്പോൾ കിടന്ന് തിളക്കട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് പകുതി മുറി നാളികേരം നമ്മൾ എന്ത് ചെയ്യുക, ജാറിലിട്ട് നല്ല ജീരകവും 1 പച്ചമുളകും ഇട്ട് നന്നായി കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈര്. തിളച്ച് വരുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് ഉപ്പ് വേണം. തൈരൊക്കെ ഒഴിച്ചതല്ലേ, പുളിയൊക്കെ ഉണ്ടാവും, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കടുക്, ചുവന്നമുളക് എല്ലാം കൂടി ഒന്ന് താളിച്ച് കറി റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.